അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്റെ ഫോട്ടോ ഞാൻ പിടിച്ചില്ലേ? ഇതാ ഇവിടെ ഒരുപാട് ചെറുപ്പക്കാരില്ലേ, ഒരുപാട് ചെറുപ്പക്കാർ സംഗമിച്ചിരിക്കുകയാണ്. എന്താണ് ഈ കടപ്പുറത്ത് നിങ്ങളെല്ലാവരുടെയും വന്ന് ഇങ്ങനെ കൂടുന്നതിന് ഒരു ആവേശമല്ലേ? എന്താണ് നിങ്ങൾ പറയാനുള്ളത്? ഇവിടെ വന്ന് കൂടി ഇരിക്കുന്നത് നിങ്ങൾ സ്ഥിരം വന്നിരിക്കുന്നതല്ലേ? സ്ഥിരം വന്നിരിക്കുന്നത്. അതാണ് നിങ്ങളുടെ ചെറുപ്പത്തിന്റെ രഹസ്യമല്ലേ? തലശ്ശേരി വന്നപ്പോ എനിക്ക് ഏറ്റവും നല്ലൊരു അനുഭവമായത് നിങ്ങളുടെ ഈ ഒരു സംഘമാണ്. ഇന്ന് വാട്സപ്പിലും മൊബൈലിലും കുത്തിയിരുന്ന് ഫേസ്ബുക്കും നോക്കി നിൽക്കുന്നതിനേക്കാളും നമ്മളെപ്പോഴും മുഖാമുഖം നോക്കിക്കൊണ്ട് ഇങ്ങനെ അല്ലേ സൗഹൃദം പങ്കുവെക്കുന്നതിന്റെ ഒരു സുഖം അതിനൊന്നും കിട്ടൂല അല്ലേ? എന്തായാലും നിങ്ങളൊക്കെ പരിചയപ്പെടാൻ പറ്റിയത് വലിയ എന്താണ് എളിയാപ്പാന്ന് പറയുമ്പോ ഉമ്മാന്റെ അനിയത്തിന് ഓ എന്തായാലും വളരെ സന്തോഷമുണ്ട് നിങ്ങളിവിടെ കാണുമ്പോ. ഇങ്ങനെ നടക്കുകയും ചെയ്യുന്നു കാലത്ത് നിങ്ങളൊരു ഗ്യാങ് ആയിട്ട് നടക്കും. പിന്നെ വൈകിട്ട് ഇവിടെ ഇവിടെ വന്ന് കണ്ട് ആസ്വദിച്ച് അങ്ങനെ പോകും. എന്നും ഇവിടെ വന്ന് കുട്ടിക്കാലം തൊട്ടേയുള്ള ഫ്രണ്ട്സ് പാട്ട് പാടാനൊന്നും അറിയില്ല. തലശ്ശേരി പാടി തങ്ങൾ പാടി നിങ്ങളെ കാണുമ്പോ നമുക്ക് ഒക്കിനാ പോലെ ജനങ്ങളെ ഓർമ്മയില്ല. ഒക്കിനാ പോലെ ആൾക്കാർ എന്താ പറയാ അവരെപ്പോഴും വളരെ ആക്റ്റീവായിട്ട് സംഗമിക്കുന്ന ഒരു നല്ല ഹെൽത്തി ഭക്ഷണം. ജപ്പാനിലെ ഒക്കിനാവോ എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ആൾക്കാർ ഏറ്റവും കൂടുതൽ 100-ലേറെ ആയുസുള്ള ആൾക്കാരാണ്. അവിടെ 100 വയസ്സുള്ള കുട്ടികളാ. അത് കുഴപ്പമില്ല. അപ്പൊ കുട്ടിപ്രായം മാറിയിട്ടില്ല. 100 മാറി നിങ്ങൾ ചെറുപ്പക്കാരനാകുക. 100 വരെ കുട്ടിയുടെ പ്രായം. 100 കഴിഞ്ഞാല് യുവാവും. 100 വരെ ചെറുപ്പം. 100 വയസ്സായാലും ഒന്ന് തുടങ്ങും. 100 വയസ്സായ കുട്ടി, 100 കഴിഞ്ഞാൽ ടീനേജ്. ജപ്പാൻ എന്നല്ല, അങ്ങനെയാണ് ഇന്നത്തെ കൺസെപ്റ്റ്. പുതിയ കൺസെപ്റ്റ് അതാണ്.